എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കെമിക്കൽ അടങ്ങാത്ത നല്ലൊരു നാച്ചുറലായിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു ഷാമ്പു ആണ്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ചേർക്കുന്നത് റീത്താക്കായ് അഥവാ സോപ്പ് നട്ട്സ്, ചാവക്കായ്, ഉഴിഞ്ഞ എന്നൊക്കെ പല പേരുകളിലായിട്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമേ നമുക്ക് ഈ ചാവക്കായ് അഥവാ ഉഴിഞ്ഞക്കായ് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇത് 1-2 പേർക്ക് തേക്കാനാണെങ്കിൽ ഒരു 5-6 കായ് മതിയാകും. ഇത് ഞാനിപ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി തേക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇത്രയും കായ് എടുത്ത് വെള്ളത്തിലിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ രാത്രി വെള്ളത്തിലിട്ട് വെച്ചതാണ്. രാവിലെ ആയപ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഞെരടി എടുക്കണം. ആദ്യമേ ഇതിലുള്ള ഒരു കുരു ഉണ്ട്, ആ കുരു നമ്മൾ കളഞ്ഞിട്ട് ഇതിൻ്റെ തൊണ്ടാണ് ഇതിൽ നന്നായിട്ട് പതഞ്ഞ് വരിക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഞെരടി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് നേരം ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് അപ്പോൾ തന്നെ തേക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തന്നെ നന്നായിട്ട് തന്നെ കൈകൊണ്ട് നന്നായിട്ട് ഉരച്ചതിന് ശേഷം 1-2 സാധനങ്ങൾ കൂടി ഇതിലേക്ക് ചേർത്ത് നമുക്ക് തേക്കാവുന്നതാണ്. മറിച്ച് കുറച്ച് ദിവസത്തേക്ക് എടുത്ത് വെക്കാനാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. നമുക്ക് കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഒരു ഷാമ്പൂവിൻ്റെ ആവശ്യമില്ല. നമ്മുടെ കണ്ണെത്തും ദൂരത്ത് തന്നെ ഇത്രയൊക്കെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടും നമ്മൾ വെറുതെ ഈ കെമിക്കൽ അടങ്ങിയ ഷാമ്പൂ തേച്ച് നമ്മുടെ മുടിയും പോയി, താരനുമായി, മുടി കൊഴിച്ചിലുമായി എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ എല്ലാവരും തേച്ചിരുന്നതാണ് കേട്ടോ. എൻ്റെയൊക്കെ കൊച്ചിലെ തന്നെ ഞാനൊക്കെ തേച്ചിട്ടുണ്ട്. എൻ്റെ അമ്മയൊക്കെ എനിക്ക് തേച്ച് തന്നിട്ടുണ്ട്. ഇത് സുലഭമായിട്ട് അന്നൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പം ഇത് കിട്ടാനില്ല, നമ്മുടെ കേരളത്തിൽ അങ്ങനെ കിട്ടാനില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിത് ഓൺലൈനിലാണ് മേടിച്ചത്. അപ്പം നമുക്കും ഇതുപോലെയൊക്കെ എല്ലാ സാധനങ്ങളും ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുത്താലും നമുക്ക് ഒരാഴ്ചത്തേക്ക് കൂടുതൽ വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പത നഷ്ടപ്പെടും നമുക്ക്. അപ്പോൾ ഒരാഴ്ച കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തേക്കാവുന്നതാണ്. ഒരു കുഴപ്പവും വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് തിളപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കുരു ഒന്ന് എടുത്തന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കണം. ഇത് തിളപ്പിക്കാനായിട്ട് വേറെ വെള്ളമൊന്നും എടുക്കേണ്ട ഒരാവശ്യമില്ല. ഈ വെള്ളത്തിൽ തന്നെ വേണം നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇത് നമുക്ക് എടുത്ത് വെക്കണ്ട എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു 5-6 എണ്ണം മതിയാവും. അതിൻ്റെ ആ ഒരു വെള്ളം തന്നെ മതിയാവും നമുക്ക് തല കഴുകാനായിട്ട്. അപ്പോൾ തന്നെ നല്ലൊരു പത കിട്ടും. പിന്നെ നമുക്ക് 1-2 സാധനങ്ങളും കൂടി ചേർത്തതിന് ശേഷം ഷാമ്പൂ ആയി തേക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളും കൂടി എടുക്കാനുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ചെമ്പരത്തിയുടെ ഇലയാണ്. ഈ ചെമ്പരത്തിയുടെ ഇല ഒരുപാട് മൂത്ത ഇല എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഇടയിലുള്ള ആ ഒരു ഇലയാണ് നമുക്ക് ആവശ്യം. ഒരുപാട് മൂത്ത ഇല വേണ്ട. പണ്ടുള്ളവരുടെയൊക്കെ മുടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാവുന്നതാണ്. അവരുടെ മുടിയൊക്കെ എത്ര കട്ടിയായിട്ടാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ അവർക്കൊരു താരൻ പോലും ഇല്ല. നമ്മുടെയൊക്കെ മുത്തശ്ശിമാർക്ക് അങ്ങനെയുള്ളവർക്കൊന്നും ഒരു താരൻ പോലും അവർക്ക് എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ. അതാണ് അവർ ഇത്രയും നന്നായിട്ടൊക്കെ കെയർ ചെയ്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഇന്നും ആ ഒരു മുടിയൊക്കെ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ മൊട്ട്, അതിനും നല്ലൊരു കൊഴുപ്പുള്ളതാണ്. അതുകൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്നും കളയരുത്. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ ഒന്ന് ഇലയൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റീത്താക്കായ് അഥവാ ചാവക്കായ് ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം ഞാനിതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്തു. ഇത് തിളയ്ക്കും തോറും നന്നായിട്ട് പതഞ്ഞ് വരുന്നൊരു സാധനമാണ് കേട്ടോ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ച് വയ്ക്കാം തണുക്കാനായിട്ട്. ഇനി ഈ ചെമ്പരത്തി ഇലയുടെ കൂടെ തന്നെ കുറച്ച് ചെമ്പരത്തി പൂവ് കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ചെമ്പരത്തി പൂവ് കിട്ടുമോ അത്രയും നിങ്ങൾ ചെമ്പരത്തി പൂവ് എടുക്കുന്നതും വളരെയേറെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഈ ചെമ്പരത്തി പൂവും കൂടി ഇട്ട് ഇതും നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ഗ്ലാസ്സാണ് വെള്ളം എടുത്തിട്ടുള്ളത്. അതുകൂടി നമുക്ക് ഒഴിച്ച് നല്ല പോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ ഈ ചെമ്പരത്തിയുടെ ഇലയും പൂവും കൂടെ തിളയ്ക്കുമ്പോൾ തന്നെ നല്ല വേറെ ഒരു കൊഴുപ്പ് കിട്ടും. ഇത് ഈ പണ്ട് കാലത്തെ ഈ താളിയൊക്കെ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് പക്ഷേ നമ്മളിങ്ങനെ തിളപ്പിക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ കൈകൊണ്ട് ഞെരടിയിട്ട് അതങ്ങനെയാണ് പണ്ടൊക്കെ തേച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ ചെമ്പരത്തിയുടെ താളിയും പൂവും കൂടെ തിളപ്പിച്ച് വറ്റിച്ചതെന്ന് പറഞ്ഞാൽ വെള്ളം ഒരുപാട് നമ്മൾ വറ്റിച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇത്രയാക്കി എടുത്തു. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് ഞെരടിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ റീത്താടെ കായും കൂടെ ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് ഞെരടി എടുക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കും തോറും പതഞ്ഞ് നല്ല കൊഴുപ്പോട് കൂടി കിട്ടും ഇത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. നമുക്ക് വേറെ ഒരു കെമിക്കലിൻ്റെയും ഷാമ്പു നിങ്ങൾ തേക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് തന്നെ ധാരാളമാണ്. ഇത് തന്നെ മാത്രം തേച്ചാൽ മതി. സിമ്പിളല്ലേ. നമുക്ക് ഓൺലൈനിൽ ഇതുപോലെ മേടിച്ചിട്ട് ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് നന്നായിട്ട് തന്നെ തേച്ച് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഷാമ്പു തയ്യാറാക്കിയെടുക്കും. ഇത് കണ്ടീഷണറും കൂടിയാണ്. കാരണം ചെമ്പരത്തിയുടെ ഇലയ്ക്കും പൂവും അതും നല്ലൊരു കണ്ടീഷണറാണ്. അപ്പം മുടി ഡ്രൈ ആവില്ല. മറ്റേത് ചവക്കായി തന്നെ തേക്കുമ്പോൾ മുടി ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ കൂടെ ഇതും കൂടി ചേർക്കുന്നത്. അപ്പോൾ ഈ ചെമ്പരത്തിയുടെ മുട്ടിന് തന്നെ നല്ലൊരു കൊഴുപ്പുണ്ട്. ആ മുട്ടും നല്ലൊരു കണ്ടീഷണറാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോഴാണ് ഇതൊരു നല്ലൊരു ഷാമ്പു ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച നമുക്ക് ഇത് ഫ്രഷോടുകൂടി തന്നെ ഇരിക്കാം ഫ്രിഡ്ജിൽ. അത് കഴിയുമ്പോൾ ഇരിക്കും തോറും അതിൻ്റെ ആ ഒരു കൊഴുപ്പ് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഒരാഴ്ച വെച്ചാൽ മതിയെന്ന് പറയുന്നതിനുള്ള കാരണം. അപ്പം നിങ്ങൾക്ക് നേരിട്ട് തന്നെ കാണാവുന്നതാണ് ഇതിൻ്റെ കൊഴുപ്പും ഇതിൻ്റെ പതയും. അപ്പോൾ ഇത് നമുക്ക് അരിച്ചും എടുക്കാം, ഇതുപോലെ വേണേലും തേക്കാം. ഇതുപോലെ നമുക്ക് തേച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ചെമ്പരത്തിയുടെ ഇലയൊക്കെ ചെറുതായിട്ടൊക്കെ അതിലുണ്ടാവും. അതൊക്കെ നമുക്ക് കുളിച്ച് കഴിയുമ്പോൾ ചീകി കളഞ്ഞാൽ മതിയാവും. അല്ലാതെ നിങ്ങൾക്ക് ഇത് അരിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് 2-3 ദിവസം മുമ്പ് ഞാൻ എടുത്ത് വെച്ച ഷാമ്പു ആണ്. ഇതിനൊരു കുഴപ്പമില്ല, ആ പതയോട് കൂടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ തയ്യാറാക്കുന്നത് എൻ്റെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കും വേണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തരുന്നതേ ഉള്ളൂ. കണ്ടോ, ഞാൻ 3 ദിവസമായിട്ടുള്ള ഒരു ഷാമ്പു ആണത്. ഇതിന് നല്ല പതയും കൊഴുപ്പുമായിട്ട് തന്നെ ഇരിക്കുന്നത് കണ്ടോ. അപ്പം നിങ്ങൾക്കും ഇതുപോലെ തയ്യാറാക്കി ഒരു ബോട്ടിലിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇതങ്ങനെ പതയോടുകൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അരിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പത നമുക്ക് ഒന്ന് മാറ്റി പുറത്തെ ആ ഒരു പത എടുത്ത് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഒന്നുകൂടി നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. നല്ല പതഞ്ഞ് വരുന്നതാണ്ടോ. നമ്മൾ കയ്യിൽ തന്നെ എടുക്കുമ്പോൾ തന്നെ നല്ല കൊഴുപ്പോട് കൂടി നല്ല ഷാമ്പു ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കടയിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ ഷാമ്പു മേടിച്ച് നിങ്ങളുടെ മുടി കളയരുത്. ഇപ്പോൾ ഈ ഡൈ ചെയ്യുന്നവരൊരിക്കലും ഇത് തേക്കരുത് കേട്ടോ. കാരണം ഡൈ ചെയ്യുന്നവർ ഇത് തേച്ച് കഴിഞ്ഞാൽ ആ ഡൈയുടെ കളറെല്ലാം ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നോർമലായിട്ടുള്ളവർക്ക് ബെസ്റ്റാണ്. ഡൈ ചെയ്യുന്നവർക്കുള്ള ഷാമ്പു ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്, ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങളത് ഉപയോഗിക്കുക. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഉപകാരമാണ്. ഞാനിപ്പോൾ ഇതൊന്ന് കാണിക്കാം. അതിൻ്റെ പതയെല്ലാം ഞാൻ എടുത്ത് 2 രൂപത്തിൽ നിങ്ങളെ ഞാൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ പതയെല്ലാം ഞാൻ എടുത്ത് മാറ്റിയിട്ട് നിങ്ങളെ ഞാൻ അരിച്ച് കാണിക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം ഒരുപാട് പതഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അരിപ്പയിൽ വീഴാൻ കുറച്ച് താമസമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചായിട്ട് എടുത്ത് നിങ്ങളെ അരിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് സൂക്ഷിക്കാം. പക്ഷേ നല്ല ഫ്രഷായിരിക്കും. തേക്കുമ്പോൾ നല്ല കൊഴുപ്പോട് കൂടി തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ എൻ്റെ മോനാണ് ഞാൻ ആദ്യമേ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവൻ്റെ മുടി ഇതുപോലെ ഒന്നാമത് സമയമില്ലാത്തതുകൊണ്ട് കോളേജിലൊക്കെ പഠിക്കുന്നത് കൊണ്ട് കെമിക്കൽ അടങ്ങിയ ഷാമ്പു ആണ് അവന് കുറച്ച് കൂടുതലായിട്ട് പെട്ടെന്ന് തേച്ചിട്ട് പോകുന്നത്. ഡെയിലി അവൻ തേക്കുമായിരുന്നു. അതോടുകൂടി തന്നെ അവന് ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് കൂടി മുടി കൊഴിച്ചിലായി പ്രശ്നങ്ങളായി. പക്ഷേ ഞാൻ ഇതുപോലെയുള്ള ഷാമ്പുകളൊക്കെ ഞാൻ തയ്യാറാക്കി കൊടുത്തതിന് ശേഷമാണ് അവൻ്റെ മുടി നന്നായിട്ട് നല്ല തിക്കോട് കൂടിയതായി ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ മുടി വളരാനും താരൻ പോവാനും എല്ലാത്തിനും വളരെയേറെ നല്ലതാണ്.
നല്ലതാണ് നമ്മുടെ ഈ ഷാമ്പു. ഇനി ഒരിക്കലും ആരും കടയിൽ നിന്ന് ഈ കെമിക്കൽ അടങ്ങിയിട്ടുള്ള യാതൊന്നും മേടിച്ച് തലയിൽ തേക്കരുത്. ഇപ്പം നമുക്ക് എല്ലാ സാധനങ്ങളും ഓൺലൈൻ വഴിയാണേലും നമുക്ക് മേടിക്കാനായിട്ട് നമുക്ക് കയ്യെത്തും ദൂരത്ത് തന്നെയുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ അന്വേഷിച്ചിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ മേടിച്ച് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കും. കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്നേ ഉള്ളൂ. സ്പെൻഡ് ചെയ്താലും നമ്മുടെ ആരോഗ്യം നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എൻ്റെ മോൻ്റെ തന്നെയാണ് മുടി കൊഴിച്ചിലിൻ്റെ ഉദാഹരണം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് വേറൊരു വീഡിയോയിൽ, മുടി താരനുള്ളത്. അപ്പോൾ അതെല്ലാം ഇപ്പം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഡെയിലി അവൻ സമയം കണ്ടെത്തി തേക്കാറുമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നല്ലതാണ്, പതഞ്ഞ് വരുന്ന കണ്ടോ. നമ്മൾ തേക്കും തോറും നമുക്ക് നല്ല കുളിർമയാണ് തലയ്ക്ക് കിട്ടുന്നത്. ഈ കുട്ടികളൊക്കെ പഠിക്കുന്നതും കൂടി ആകുമ്പോൾ അവർക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉറക്കം തല എപ്പോഴും നല്ല കൂളായിട്ടിരുന്നാലും നമുക്ക് നല്ല ഉറക്കമൊക്കെ ലഭിക്കുകയുള്ളൂ, പഠിക്കാനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും. ഇപ്പം പ്രത്യേകിച്ച് വെക്കേഷനും കൂടി ആയതുകൊണ്ട് പിള്ളേർക്കെല്ലാം ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും എല്ലാം ആണ്, വീട്ടിലിരിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള ഇടയ്ക്കൊക്കെ തലയിലൊക്കെ തേച്ച് കൊടുത്താൽ അവർ നല്ല ഹാപ്പി ആയിട്ടിരുന്നോളും, നമ്മളും നല്ല ഹാപ്പി ആയിട്ടിരുന്നോളും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാനിപ്പോൾ അരിച്ചെടുത്തതായിട്ട് അതിൻ്റെ പത മാറിയെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കിയതിന് ശേഷം മാത്രം നമ്മൾ എടുത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു വീഡിയോയിൽ വേറെ ഒരു റെസിപ്പി ആയിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.